ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് 3 സവാളകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളിയുണ്ട്. ഇത്ര ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങ തിരുമ്മി പാനിനകത്ത് ഇട്ടിരിക്കുകയാണ്. അത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. മൂപ്പിച്ചിട്ട് എടുത്തിട്ട് വേണം അതിലോട്ട് വേണം നമുക്ക് ഉള്ളിയെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാൻ. തേങ്ങ മൂത്ത് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. കാരണം ഇച്ചിരി ഇഞ്ചിയൊക്കെ അതിനകത്തോട്ടിട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങയൊന്ന് മൊരിയുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇത് കിടന്ന് മൊരിയട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് പാകമാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊരു വെറൈറ്റി ചിക്കനാണ് വെക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടിയുടെ ഈ സ്പൂണാണ്. കുറച്ച് ചിക്കനേ ഉള്ളതുകൊണ്ട് അത്രയും മതി. ഇനി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നല്ല ചൂടുള്ളതായതുകൊണ്ട്, തേങ്ങ മൂത്തതായതുകൊണ്ട് അതിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പൊടികളായതുകൊണ്ട് മുഴുവനേ ഉള്ള മല്ലിയും മുളകും ആണെങ്കിൽ നമ്മൾ ആ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ടത് മൂപ്പിച്ചെടുക്കണം. ഇത് പൊടികളായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എല്ലാം പരുവത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ആറട്ടെ. ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. തേങ്ങയും മുളകും വറുത്തത് അരയ്ക്കാൻ മാറ്റി വെച്ച് ചൂട് പോകാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് സവാള ഉള്ളി വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ ആ പാനിലോട്ട് തന്നെയാണ് ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 സവാളയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. വഴണ്ട് വരുന്നവരെ നമുക്ക് എടുക്കാം. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇതിൽ കിടന്നൊന്ന് എണ്ണയെ കിടന്നൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരപ്പൊക്കെ ചേർക്കാൻ. ആ ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റതിലൊക്കെ മഞ്ഞൾ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിലും കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ശകലം കൂടി ഉപ്പൊക്കെ അവരവരുടെ പാകത്തിന്. ഉപ്പ് കൂടുതൽ വേണ്ടിയവർ കൂടുതൽ ചേർക്കണം, കുറച്ച് മതിയും കുറച്ച്. ഇതിലൊന്ന് കിടന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഇളക്കി അടച്ചിടാം. ഇതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പരുവത്തിന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ചിടാം. ചിക്കനും ഉള്ളി നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയുമാണ് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമുണ്ട്, അത് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കട്ടെ. കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് അളവില്ല, ഞാനൊരു 1/4 സ്പൂൺ കായപ്പൊടി. കുറച്ച് ചിക്കനേ ഉള്ളൂ, അതിനൊക്കെ പോലെ ചേർത്താണ്. നമ്മൾ മസാല ചേർത്തിട്ടില്ലായിരുന്നു, ചിക്കൻ മസാല. 1/2 സ്പൂണ് ചിക്കൻ മസാല ചേർക്കാം. ഞാൻ മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുരുമുളക് ചേർത്തിട്ടില്ലായിരുന്നു. മുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഇച്ചിരി കുരുമുളക് ചേർക്കണം. അതുകൊണ്ടൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയോട് ചേർക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി ആ അരപ്പ് വെള്ളം മൊത്തം അങ്ങ് ചേർക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഈ അരപ്പെല്ലാം ആ ചിക്കനിലൊന്ന് പിടിച്ച് വരുന്ന അത്രയും സമയം ഒന്ന് വെന്തതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ആകുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തതായിരുന്നു. നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഉപ്പൊക്കെ പരുവത്തിനാണ്. നമുക്കിനി തീ ഓഫ് ചെയ്ത് നമുക്ക് ചപ്പാത്തിയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. നമുക്കത് ട്രൈ ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്തിടാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.